ആഗോള സിനിമാ വിപണിയെയും ബോക്സ് ഓഫീസ് സമവാക്യങ്ങളെയും ഒരേ സമയം ഞെട്ടിച്ചുകൊണ്ട് സമീപകാലത്ത് വലിയ തരംഗം സൃഷ്ടിച്ച ഒരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ ചിത്രം ഒടുവിൽ OTT പ്ലാറ്റ്ഫോമുകളിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ വൻ ചർച്ചയായി മാറിയ ഒബ്സഷൻ എന്ന ഈ ചിത്രം ആമസോൺ പ്രൈമിലൂടെ റെന്റലായും ആപ്പിൾ ടിവിയിലൂടെ സബ്സ്ക്രിപ്ഷൻ പാക്കേജിലൂടെയുമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. വലിയ പരസ്യ കോലാഹലങ്ങളോ സൂപ്പർ താര പകിട്ടോ ഇല്ലാതെ തിയേറ്ററുകളിലെത്തി പ്രേക്ഷകരുടെ വായ്മൊഴി പ്രചരണത്തിലൂടെ മാത്രം ഒരു വലിയ ആഗോള വിപ്ലവം സൃഷ്ടിക്കാൻ ഈ കൊച്ചു ചിത്രത്തിന് സാധിച്ചു. ഒരു മികച്ച സിനിമയ്ക്ക് വേണ്ടത് കോടികൾ വിലമതിക്കുന്ന താരമൂല്യമല്ല, മറിച്ച് പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന സ്ക്രിപ്റ്റും മേക്കിംഗ് മികവുമാണെന്ന് അടിവരയിടുന്നതാണ് ഈ ചിത്രത്തിന്റെ ഡിജിറ്റൽ റിലീസിന് പിന്നാലെയുള്ള ഈ പുതിയ തരംഗം. ഒരു സിനിമയുടെ സാമ്പത്തിക വിജയത്തെയും അതിന്റെ നിർമ്മാണ ചെലവിനെയും താരതമ്യം ചെയ്യുമ്പോൾ ഒബ്സഷൻ കൈവരിച്ച നേട്ടം സിനിമാ ചരിത്രത്തിൽ തന്നെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. വെറും 10 കോടി രൂപയിൽ താഴെ മാത്രം ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ നിന്ന് വാരിക്കൂട്ടിയത് 3000 കോടിയിലധികം രൂപയാണ്. ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ആദ്യമായി പ്രദർശിപ്പിച്ച് അന്താരാഷ്ട്ര ചലച്ചിത്ര നിരൂപകരുടെ പ്രശംസ പിടിച്ചുപറ്റിയതോടെയാണ് പ്രമുഖ ഹോളിവുഡ് വിതരണക്കാരായ ഫോക്കസ് ഫീച്ചേഴ്സ് ഈ ചിത്രം ഏറ്റെടുക്കുന്നത്. പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഇന്ത്യ നവരറ്റയുടെയും മൈക്കിൾ ജോൺസണിന്റെയും അസാധാരണമായ പ്രകടനവും ഓരോ ഫ്രെയിമിലും ഭയത്തിന്റെ നിഗൂഢത ഒളിപ്പിച്ചു വെച്ച സംവിധായകന്റെ ദൃശ്യാവിഷ്കാരവുമാണ് ഈ ചിത്രത്തെ ആഗോളതലത്തിൽ ഇത്ര വലിയ വാണിജ്യ വിജയമായി മാറ്റിയത്. ഇന്ത്യൻ ബോക്സ് ഓഫീസിലും വലിയ രീതിയിലുള്ള ഓപ്പണിംഗ് കളക്ഷൻസ് നേടാൻ ഈ ചിത്രത്തിന് സാധിച്ചു എന്നത് ഹൊറർ ത്രില്ലർ വിഭാഗങ്ങളോട് നമ്മുടെ പ്രേക്ഷകർക്കുള്ള താല്പര്യത്തെയാണ് വ്യക്തമാക്കുന്നത്. പരീക്ഷണ ചിത്രങ്ങൾക്കും മികച്ച മേക്കിംഗ് ക്രാഫ്റ്റുകൾക്കും എപ്പോഴും വലിയ പിന്തുണ നൽകുന്ന മലയാളി സിനിമാ പ്രേമികൾക്ക് ഈ ചിത്രം നൽകുന്ന സിനിമാറ്റിക് അനുഭവം വളരെ വലുതാണ്. വലിയ ബഡ്ജറ്റുകൾക്കും വിഷ്വൽ എഫക്റ്റുകൾക്കും പിന്നാലെ മാത്രം പോകാതെ അശക്തമായ ഒരു ആശയത്തെ കൃത്യമായ ആഖ്യാന ശൈലിയിലൂടെ അന്താരാഷ്ട്ര നിലവാരത്തിൽ എങ്ങനെ അവതരിപ്പിക്കാമെന്ന് ഈ ചിത്രം കാണിച്ചു തരുന്നു. പ്രാദേശിക സിനിമാ വ്യവസായത്തിൽ പുതുതായി കണ്ടുവരുന്ന യുവ സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും ഒരു വലിയ പാഠപുസ്തകമാണ് ഈ ചിത്രത്തിന്റെ ആഗോള വിജയം എന്നതിൽ യാതൊരു സംശയവുമില്ല. ചിത്രത്തിന്റെ ഇന്ത്യൻ തിയേറ്റർ റിലീസ് സമയത്ത് സെൻസർ ബോർഡ് ചില പ്രധാന രംഗങ്ങൾ വെട്ടിമാറ്റിയത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും സിനിമാ പ്രേമികളുടെ പ്രതിഷേധങ്ങൾക്കും കാരണമായിരുന്നു. അതിനാൽ തന്നെ OTTയിൽ ചിത്രം എത്തുമ്പോൾ പൂർണ്ണമായ ഒരു അൺകട്ട് വേർഷൻ കാണാൻ സാധിക്കുമെന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു ആസ്വാദകർ. എന്നാൽ OTT പതിപ്പിൽ തിയേറ്ററുകളിൽ ഇല്ലാതിരുന്ന 1-2 രംഗങ്ങൾ മാത്രമാണ് പുതുതായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന അനൌദ്യോഗിക വിവരങ്ങൾ. അനാവശ്യമായ ജംപ് സ്കെയറുകളോ കൃത്യമായ ഹൈപ്പോ ഇല്ലാതെ തന്നെ പ്രേക്ഷകന്റെ മനസ്സിനെ ഭയപ്പെടുത്തുന്ന ഇത്തരം ക്രാഫ്റ്റുകൾ മലയാളത്തിലും കൂടുതൽ സജീവമായി പരീക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഒരു യഥാർത്ഥ സിനിമ ആസ്വാദകനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു വിനോദ ചിത്രം എന്നതിനപ്പുറം ആഗോള സിനിമാ വിപണിയിൽ ഇത്തരം സ്വതന്ത്ര സിനിമകൾ ഉണ്ടാക്കുന്ന ചലനങ്ങളെ കൃത്യമായി നിരീക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ ഈ വിസ്മയം മിസ് ചെയ്തവർ തീർച്ചയായും OTTയിൽ ഈ ചിത്രം കണ്ട് അതിന്റെ യഥാർത്ഥ ക്രാഫ്റ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഈ ചിത്രത്തിന്റെ മേക്കിംഗ് ശൈലിയെ കുറിച്ചും സെൻസർ ബോർഡ് വെട്ടിമാറ്റിയ രംഗങ്ങളെ കുറിച്ചുമുള്ള നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ഈ ചിത്രത്തിന്റെ വലിയ വിജയം നമ്മുടെ പ്രാദേശിക സിനിമകളുടെ നിർമ്മാണ രീതിയെ സ്വാധീനിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക.